ഹലോ ഒരുവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ESB അക്കാഡമിയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും തന്നെ ഈ പറയുന്ന വരാൻ വേണ്ടി പോകുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരായിരിക്കും അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ പറയുന്ന വരുന്ന സമയം, അതായത് ഈ പറഞ്ഞ വരുന്ന മാസങ്ങൾ എന്ന് പറയുന്നത് ഒരു PSC ഉദ്യോഗത്തെ സംബന്ധിച്ചോളം ഒരുപാട് ക്രൂഷ്യലായ സമയമാണെന്നുള്ളതാണ്. കാരണം ഈ പറയുന്ന മെയ് മാസം ആദ്യം തന്നെ നമ്മുടെ ഡിഗ്രി ലെവൽ പരീക്ഷകൾ, അതായത് ഫസ്റ്റ് ഫേസ് അല്ലെ ഈ പറയുന്ന പ്രിലിംസ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രിലിംസ് എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യഘട്ടം തന്നെ ഈ പറയുന്ന മെയ് 2-ാം തീയതി നടന്നു. അതേപോലെ തന്നെ എന്താണ് ബാക്കി 2 ഘട്ടങ്ങൾ ഇനി നടക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് കഴിയുന്നതോടുകൂടി തന്നെ, അതായത് ഡിഗ്രി ലെവൽ പരീക്ഷകൾ കഴിയുന്നതോടുകൂടി തന്നെ ഈ പറയുന്ന ഫോഴ്സ് ലെവൽ എക്സാമിനേഷൻസും അതേപോലെ തന്നെ 7th ലെവൽ 10th ലെവൽ എക്സാമിനേഷൻസ് എന്താണ് നടക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് അല്ലെ. ഡിഗ്രിയിലെ പരീക്ഷകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫോക്കസ് വരുന്ന ബാക്കി 2 മേഖലകളാണ് ഈ പറയുന്ന 7th ലെവൽ 10th ലെവൽ എക്സാമിനേഷൻസ് എന്ന് പറയുന്നത് ആണല്ലോ. അപ്പൊ അതിന് ഒരുപാട് സമയം നമ്മുടെ ഇനി മുമ്പിലില്ല എന്നുള്ളതാണ്. കിട്ടുന്ന വളരെ ചുരുക്കമുള്ള സമയങ്ങൾ വളരെ എന്താണ് ഈ പറയുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയതിനു ശേഷം, ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയതിനു ശേഷം മുന്നോട്ടേക്ക് പോവാത്ത പക്ഷം നമുക്ക് ഈ പറയുന്ന രീതിയിൽ ക്രാക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ ഈ പറയുന്ന എക്സാമിനേഷൻസിൽ, അതായത് ഈ പറയുന്ന 7th ലെവൽ 10th ലെവൽ എക്സാമിനേഷൻസിൽ വളരെ ക്രൂഷ്യലായിട്ടൊരു എക്സാമിനേഷൻ ആണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ എക്സാമിനേഷൻ ക്രൂഷ്യലായിട്ട് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാക്കിയുള്ള പരീക്ഷകളെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് പ്രിലിംസ് ഇല്ല എന്നുള്ളതാണ്. നമ്മൾ ഈ പറയുന്ന വെക്കോ എടുത്ത് നോക്കിക്കോ, കമ്പനി ബോർഡ് എടുത്ത് നോക്കിക്കോ, ഈ 2 പരീക്ഷകൾക്കും ഈ പറയുന്ന പ്രിലിംസ് മീൻസ് 2 എക്സാമിനേഷൻസ് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ VFAക്ക് എന്തില്ല, ഈ പറയുന്ന രീതിയിൽ ഒരു പ്രിലിംസിൽ ഒരു മെയിൻ എക്സാമിനേഷൻ മാത്രമേ കാണത്തുള്ളൂ എന്നുള്ളതാണ്. അതിന് പ്രത്യേകത എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് വൈസ് എക്സാമിനേഷൻ ആണ് എന്നുള്ളത് കൂടിയാണ് അല്ലെ. ഈ പറയുന്ന ഡിസ്ട്രിക്ട് വൈസ് എക്സാമിനേഷൻ കൂടിയാണ് ഈ പറയുന്ന VFA എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പറയുന്ന ബെക്കോയെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഈ പറയുന്ന നിയമനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് കാണാൻ വേണ്ടി പറ്റുന്ന ഒരു എക്സാമിനേഷൻ കൂടിയാണ് VFA. ഓക്കെ, ഞാൻ ഈ പറയുന്ന മറ്റ് എന്താണ് പോസ്റ്റുകളായിട്ട് കമ്പയർ ചെയ്യുകയല്ല. അതായത് ഈ പറയുന്ന കമ്പനി ബോർഡിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ശരിയാണ്, ഈ പറയുന്ന മറ്റ് എന്താണ് നിയമനങ്ങളൊക്കെ കുറവായിരിക്കും. കാരണം കമ്പനി ബോർഡ് എന്ന് പറയുന്ന പോലെ വലിയൊരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിനകത്ത് ഒരുപാട് നിയമനങ്ങൾ നടക്കുന്ന ഒരു പരീക്ഷ ആയിരിക്കില്ലേ VFA എന്ന് പറയുന്നത്. പക്ഷേ ബെക്കോയേക്കാൾ ഈ പറയുന്ന ബെക്കോയെ കമ്പയർ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് നിയമനങ്ങൾ എന്ത് നടക്കുന്ന ഒരു എക്സാമിനേഷൻ കൂടിയാണെന്ന് പറയുന്നത് VFA എന്ന് പറയുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ എക്സാം, ഈ പറയുന്ന എക്സാം വഴി നമ്മൾ കിട്ടുന്ന ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്നുള്ളതാണ്. കാരണം ഇത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് നിയമനം ലഭിക്കുന്നത് എന്നുള്ളതാണ്. അത് ഒരു വലിയ പ്രസ്റ്റീജിയസ് ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഈ പറയുന്ന പുതുക്കിയ സാഹചര്യത്തിൽ, ഈ പറയുന്ന യോഗ്യതയോട് ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളെ ബന്ധപ്പെട്ട് ഒരുപാട് എന്താണ് ഈ പറയുന്ന അപ്ഡേറ്റ്സ് ഒക്കെ വന്ന സാഹചര്യത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പേ സ്കെയിൽ എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യാസം വരും എന്നുള്ളതാണ്. ഈ പറയുന്ന യോഗ്യത മാറിയത് കൊണ്ട് തന്നെ പിന്നെ പേ റിവിഷൻ ഒക്കെ വരികയും ശമ്പളം കൂടാനുള്ള സാഹചര്യം എന്ത് ചെയ്യുന്നുണ്ട് ഉണ്ടെന്നുള്ളതാണ്. പിന്നെ പൊതുവെ ആളുകൾ ആദ്യം ഒരു നെഗറ്റീവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ അതിന്റെ ഒരു പ്രൊമോഷൻ സാധ്യത മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അതിനകത്ത് ഒരു എന്താണ് ഒരു നെഗറ്റീവായിട്ട് പലരും എന്ത് ചെയ്യുന്നത് എടുത്ത് പറയാറുള്ളത് എന്നുള്ളതാണ്. പക്ഷേ എന്നിരുന്നാലും ഈ പറയുന്നതിന്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ ജോലി ചെയ്യാമെന്നുള്ളതാണ്. അല്ലെ, നമ്മുടെ നാട്ടിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ജോലി ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഒരു ഒരു ബൈ ട്രാൻസ്ഫർ സംവിധാനം എന്ത് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളതാണ് അല്ലെ. പിന്നെ എന്തിന് ഈ പറയുന്ന രീതിയിൽ VFA അടിസ്ഥാനമാക്കി പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പറയുന്ന 10th ലെവൽ പരീക്ഷകൾ എടുത്ത് നോക്കില്ലേ, 7th ലെവൽ 10th ലെവൽ പരീക്ഷ എടുത്ത് നോക്കി കഴിഞ്ഞാൽ പ്രിലിംസും ഉണ്ട് മെയിൻസും ഉണ്ട് എന്നുള്ളതാണ് ആണേ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ മറ്റ് പരീക്ഷകൾ അപേക്ഷിച്ച് ഈ പറയുന്ന VFAയുടെ സിലബസ് എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ സിലബസ് ആണ്. ആ സിലബസ് എന്ന് പറയുന്നത് നമ്മുടെ LDയുടെ സിലബസ് അത്യാവശ്യം ഈ പറയുന്ന സാമ്യതകളൊക്കെ ഉള്ള സിലബസ് കൂടിയാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തി പഠിക്കാൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ഗുണങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. കാരണം ഈ പറയുന്ന രീതിയിൽ ഇത്രയും വലിയ സിലബസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ 4 പരീക്ഷകൾക്ക് അതെന്താണ് നമുക്ക് ഉപയോഗപ്രദമാകുന്നതാണ്. ഏതൊക്കെയാണ് 4 പരീക്ഷകൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന വരാൻ വേണ്ടി പോകുന്ന കമ്പനി ബോർഡ് LGS ആയിക്കോട്ടെ, ബെക്കോ ആയിക്കോട്ടെ, ഈ പറയുന്ന VFA ആയിക്കോട്ടെ, അത് കൂടാതെ തന്നെ നമ്മുടെ ഈ പറയുന്ന ഇനി വരാൻ വേണ്ടി പോകുന്ന 2026 അവസാനത്തോടു കൂടി തന്നെ വരാൻ വേണ്ടി പോകുന്ന LD പരീക്ഷകൾക്ക് എന്താണ് നിങ്ങൾക്കത് ഒരുപാട് പ്രയോജനപ്രദമാകും എന്നുള്ളതാണ്. ഓക്കെ, മറ്റൊരു പ്രത്യേകത നിങ്ങൾ ചോദിക്കാറുള്ളതാണ് ഈ പറയുന്ന രീതിയിൽ ഇനി വരുന്ന സമയങ്ങളിൽ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രിലിംസ് പാസ്സാകാൻ സാധിക്കുമെന്നുള്ളത്. തീർച്ചയായിട്ടും പാസ്സാകും. പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്ന ഭാഗങ്ങളുണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പറയുന്നതാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ള സാധനങ്ങളാണ് പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്സായിട്ട് എന്ത് ചെയ്യുന്നത് പറയാറുള്ളത് എന്നുള്ളതാണ്. അത് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുള്ളൂ കേട്ടോ. ഈ പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഈ ഹോട്ട് ടോപ്പിക്സിലുള്ള പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. അതൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വേണ്ടവർക്കാണെങ്കിൽ നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ഈ പറയുന്ന രീതിയിൽ ഒന്ന് എഴുതിയെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടോപ്പിക്കുകളൊക്കെ എന്ത് ചെയ്യുക, വളരെ പെട്ടെന്ന് പഠിച്ചു മാറിയാൽ തന്നെ അത്യാവശ്യം നല്ലൊരു മാർക്ക് ഈ ഒരു മേഖലയിൽ നിന്ന് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രിലിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാലികേറ മലയല്ല. ഈ പറയുന്ന രീതിയിൽ എല്ലാവരെയും അങ്ങോട്ട് ഈ പറയുന്ന റാങ്ക് ലിസ്റ്റ് നമുക്ക് എടുത്ത് കളയാനുള്ള പരീക്ഷയല്ല ഈ പ്രിലിംസ് എന്ന് പറയുന്നത്. ഈ പറയുന്ന മിനിമം ഈ പറയുന്നതാണ് ഒരു സ്റ്റഡി, ഒരു മിനിമം സ്റ്റഡി ലെവലിന് താഴെയുള്ള ഉദ്യോഗാർത്ഥികളെ, ഈ പറയുന്ന മിനിമം സ്റ്റഡി ലെവലിൽ താഴെയുള്ള ഉദ്യോഗാർത്ഥികളെ എന്ത് ചെയ്യുക, ഈ പറയുന്ന പരീക്ഷകളിൽ നിന്ന് മാറ്റുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ എന്തിനുള്ളൂ, പ്രിലിംസിനുള്ളൂ എന്നുള്ളതാണ്. പ്രിലിംസ് അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുന്നിലുള്ളതെന്ന് പറയുന്നത് മെയിൻ പരീക്ഷയാണ്. മറ്റൊരു കാര്യം പറയട്ടെ, ഈ പറയുന്ന VFAക്ക് പ്രിലിംസോ മെയിൻസോ ഇല്ല. ഓക്കെ,
പിന്നെ നമ്മുടെ മുന്നിലുള്ള എന്താണ് ഈ പറയുന്ന രീതിയിൽ മെയിൻ പരീക്ഷയാണെന്നുള്ളതാണ്. മെയിൻ പരീക്ഷയ്ക്ക് ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യും, നമ്മൾ ഈ പറയുന്ന VFA DL സിലബസ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. സിമിലറായ സിലബസ് കൂടി ആണെന്നുള്ളതിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. VFA മറ്റൊരു കാര്യം നോക്കുക, അതിന് എക്സാമിനേഷൻ നടക്കാൻ വേണ്ടി പോകുന്നത് ഈ പറയുന്ന സെപ്റ്റംബർ നവംബർ മാസങ്ങളിലാണ് എന്നുള്ളതാണ് അല്ലെ. സെപ്റ്റംബർ നവംബർ മാസങ്ങളിലായിട്ടാണ് ഇതിന്റെ എക്സാമിനേഷൻ നടക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ നോക്കുക ഈ പറയുന്ന സെപ്റ്റംബർ മാസം അവസാനം ഈ പറയുന്ന നവംബർ മാസം നമ്മൾ നോക്കിയിരിക്കരുത്. കാരണം സെപ്റ്റംബർ മാസത്തിന്റെ ആദ്യ ഘട്ടങ്ങളിൽ തന്നെ എക്സാമിനേഷൻ നടക്കും എന്നുള്ള രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഈ പറയുന്ന VFAയുടെ മുമ്പിലുള്ള ഈ പറയുന്ന റാങ്ക് ലിസ്റ്റുകൾ എന്ന് പറയുന്നത് പലതും ഈ പറയുന്ന ഈ വർഷം തന്നെ എന്ത് ചെയ്യും, കഴിയും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അല്ലെ. ഈ ഒരു മാസം തന്നെ എന്ത് ചെയ്യും, അത് കഴിയും. അപ്പൊ അതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന രീതിയിൽ എന്താണ് മറ്റൊരു റാങ്ക് ലിസ്റ്റ് വരേണ്ടതായിട്ടുണ്ട്. അതായത് ഈ പറയുന്ന നവംബറിൽ തന്നെ ഈ പറയുന്ന ആലപ്പുഴയിൽ മറ്റ് ജില്ലകളിലേക്ക് എന്ത് റാങ്ക് ലിസ്റ്റ് കഴിയും. അപ്പൊ അതിന് മുമ്പായിട്ട് തന്നെ എന്ത് ചെയ്യുക, റാങ്ക് ലിസ്റ്റ് വരണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിൽ സെപ്റ്റംബർ മാസങ്ങളിൽ എക്സാമിനേഷൻ നടക്കും, നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. ആ പ്രതീക്ഷ മുന്നിൽ വെച്ച് എന്ത് ചെയ്യുക, പഠിക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതിന് പ്രധാനമായിട്ട് നിങ്ങളുടെ മുന്നിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മെയ് മാസം, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് അങ്ങനെ ഈ പറയുന്ന VFA എടുത്ത് VFA ആണെങ്കിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നെങ്കിൽ എന്താണ് ഈ പറയുന്ന രീതിയിൽ മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഈ പറയുന്ന 4 മാസങ്ങളാണ് നിങ്ങൾ മുന്നിലുള്ളത്. 4 മാസങ്ങൾ എന്ന് പറയുന്നത് 120 ദിവസങ്ങൾ മുന്നിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടെന്നുള്ളതാണ്. പിന്നെ സെപ്റ്റംബറിൽ കുറച്ച് ദിവസം കൊണ്ട് അദ്ദേഹം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിവിഷനും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു VFAയുടെ സിലബസ് അടിസ്ഥാനപ്പെടുത്തി പഠിക്കുകയാണെങ്കിൽ, VFAയുടെ ഈ പറയുന്ന സിലബസ് അടിസ്ഥാനപ്പെടുത്തി പഠിക്കുകയാണെങ്കിൽ വരാൻ വേണ്ടി പോകുന്ന LDക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ഉപകാരപ്രദമാകും. നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനും ആ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനും ഒരുപാട് സമയം എന്ത് ചെയ്യും, അവിടെ കിട്ടുമെന്നുള്ളതാണ്. ആദ്യം പ്രധാനമായിട്ടും ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് നല്ലൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. സ്റ്റഡി പ്ലാൻ അടിസ്ഥാനമാക്കി പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് അല്ലെ. നല്ലൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാകണം എന്നുള്ളത് വളരെ നിർബന്ധമായ ഒരു കാര്യമാണെന്നുള്ളതാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തി വേണം എന്ത് ചെയ്യണം, പഠിക്കാൻ എന്നുള്ളതാണ്. അപ്പോൾ അതിന് ആദ്യം നിങ്ങൾ എന്ത് തയ്യാറാക്കണം, ഒരു നല്ലൊരു സ്റ്റഡി പ്ലാൻ എന്ത് ചെയ്യണം, ആദ്യമായിട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുന്ന സമയങ്ങളിൽ പ്രധാനമായിട്ടും കറണ്ട് അഫയേഴ്സ് കാര്യങ്ങൾ, SCRT ചാപ്റ്റേഴ്സ് അല്ലെ, ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അതേപോലെ തന്നെ SCRT പറയുന്ന പാഠഭാഗങ്ങൾ തീർച്ചയായിട്ടും ആഡ് ചെയ്യണം. അത് കൂടാതെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യും, പഠിച്ചു പോകണം എന്നുള്ളതാണ്. ഒരു ഡെയിലി സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം സ്വന്തമായിട്ട് പഠിച്ചു പോകുന്നതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഈ പറയുന്ന രീതിയിൽ ജോലിക്ക് പോയി പഠിക്കുന്നവർ കാണും, വീട്ടിൽ മറ്റ് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ രീതിയിൽ വളരെ ചിട്ടയായിട്ട് പഠിക്കുന്നതിൽ, സ്വന്തമായിട്ട് പ്രിപ്പയർ പഠിക്കുന്നതിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ളവർ കാണും അല്ലെ. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ നമ്മുടെ ACB അക്കാഡമിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന VFAക്ക് വേണ്ടി കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് പോലെ തന്നെ നമ്മളൊരു 10th പ്രിലിംസിന് അല്ലെങ്കിൽ പറഞ്ഞ VFAക്ക് എല്ലാം കൂടി ഒരു കോഴ്സാണ് പ്രധാനമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. 100 ദിവസം നീണ്ടിരിക്കുന്ന വലിയൊരു കോഴ്സാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ നൽകുന്നത് എന്നുള്ളതാണ്. ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ 100 ദിവസം ഓരോ ദിവസവും ഡെയിലി സ്റ്റഡി പ്ലാൻ അനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ക്ലാസ്സുകൾ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ സെൽഫ് സ്റ്റഡി ആണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് പറയുന്ന സെൽഫ് സ്റ്റഡി അങ്ങോട്ടേക്ക് കടക്കാം. അതല്ല, നിങ്ങൾ സെൽഫ് സ്റ്റഡി എന്ന് പറയുന്നത് നിങ്ങളെ കൊണ്ട് ഒക്കില്ല, ഈ പറയുന്ന നിങ്ങൾ പല പ്രാവശ്യങ്ങളായിട്ട് അത് പ്രയോഗിച്ചെങ്കിൽ നിങ്ങളെ കൊണ്ട് അത് ഒക്കാത്തൊരു മേഖലയാണെങ്കിൽ, സെൽഫ് സ്റ്റഡി എന്ന് പറയാൻ ഒക്കാത്തൊരു മേഖലയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാൻ വേണ്ടി സാധിക്കുന്നതാണ്. അത് പ്രധാനമായിട്ട് നമ്മൾ ഡെയിലി സ്റ്റഡി പ്ലാൻ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും എന്ത് ചെയ്യുന്നത്, പോകുന്നത്. ഓരോ ദിവസവും പഠിക്കേണ്ട പോർഷൻസ് എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കോഴ്സിനകത്ത് പ്രധാനമായിട്ട് എനിക്ക് ഈ പറയുന്ന രീതിയിൽ ഓരോ ദിവസവും കറണ്ട് അഫയേഴ്സിന്റെ ഈ പറയുന്ന ക്ലാസ്സുകൾ കാണും. കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന നോട്ടുകളും മറ്റു കാര്യങ്ങൾക്ക് അവിടെ ലഭ്യമാകുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ കറണ്ട് അഫയേഴ്സ് കൂടാതെ തന്നെ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റു ക്ലാസ്സുകൾ അവൈലബിൾ ആവും. അതായത് ഈ പറയുന്ന SCRT ബന്ധപ്പെട്ട് കിടക്കുന്ന ക്ലാസ്സുകൾ. SCRT എന്ന് പറയുന്നത് പഴയ SCRT ഉണ്ട്, പുതിയ SCRT ഉണ്ട്. ആ 2 SCRT ചാപ്റ്റേഴ്സിന്റെയും ക്ലാസ്സുകൾ കഴിഞ്ഞതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട നോട്ടുകൾക്ക് ശേഷം ഈ പറയുന്ന രീതിയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ടോപ്പിക് വൈസ് ഈ പറയുന്ന ടെസ്റ്റുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എന്ത് ചെയ്യും, ഉണ്ടാകുമെന്നുള്ളതാണ്. പഠിച്ച ശേഷം ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ നിങ്ങളുടെ മുന്നിലേക്ക് കിട്ടും. അതുകൂടാതെ തന്നെ സിലബസ് വൈസ് ആയിട്ടുള്ള ഈ പറയുന്ന ഹിസ്റ്ററി ആയിക്കോട്ടെ, ജോഗ്രഫി ആയിക്കോട്ടെ, പൊളിറ്റി ആയിക്കോട്ടെ, കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, ഈ പറയുന്ന GK ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ബാക്കി സയൻസ് ടോപ്പിക്കുകൾ ആയിക്കോട്ടെ, അതേപോലെ മാത്സ് ആയിക്കോട്ടെ, റീസണിങ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, ഇതിന്റെ എല്ലാം ക്ലാസ്സുകൾ എന്ത് ചെയ്യും, ഓരോ ദിവസവും ഇത്ര ക്ലാസ്സുകൾ വെച്ച് തരികയും ചെയ്യും. അതിനോടൊപ്പം നിങ്ങൾക്ക് എന്ത് ലഭ്യമാകുന്നതായിരിക്കും, അതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ പറയുന്ന രീതിയിൽ മോക്ക് ടെസ്റ്റുകൾ ലഭ്യമാകുന്നതായിരിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഇതിന്റെ ഭാഗമായിട്ട് എന്ത് ലഭ്യമാകും. മന്ത്ലി കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായിട്ട് എനിക്ക് ഈ പറയുന്ന രീതിയിൽ എന്തും കാണും. അതോടെ ബന്ധപ്പെട്ട് ടോപ്പിക് വൈസ് ഈ പറയുന്ന മന്ത്ലി കറണ്ട് അഫയേഴ്സ് ബന്ധപ്പെട്ട് എനിക്ക് ഈ പറയുന്ന രീതിയിൽ മോക്ക് ടെസ്റ്റുകൾ എന്തെങ്കിലും അവിടെയും ലഭ്യമാകുന്നതായിരിക്കും എന്നുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഓരോ 10 ദിവസം കൂടുമ്പോൾ ഓരോ 10 ദിവസം കൂടുന്തോറും നിങ്ങൾക്ക് പറയുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇപ്പോൾ ഈ പറയുന്ന നിങ്ങൾ പഠിച്ച് തീർന്നിട്ടുള്ള ആ ഒരു ഭാഗങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രൊവൈഡ് ചെയ്യും. അതിൽ നിന്ന് എനിക്ക് പറയുന്ന രീതിയിൽ ആ 10 ദിവസം കൂടുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രൊവൈഡ് ചെയ്തതിനു ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറഞ്ഞ OMR ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനെ അടിസ്ഥാനപ്പെടുത്തി പരീക്ഷ എഴുതി നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് തന്നെ വിലയിരുത്താൻ പറ്റുന്ന ഒരു സംവിധാനം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ട് എന്നുള്ളതാണ്. അത് കൂടാതെ തന്നെ
ഈ പറയുന്ന രീതിയിൽ എന്താണ് ഈ പരീക്ഷ അടുക്കുന്ന സമയങ്ങളോട് കൂടി തന്നെ ഈ പറയുന്ന രീതിയിൽ പരീക്ഷയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാഗങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യാനും അതേപോലെ തന്നെ നോട്ടുകൾ വെച്ച് പഠിക്കാനും പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസും അതുമായിട്ട് ബന്ധപ്പെട്ട് ഡൗട്ട് ക്ലിയറൻസും മറ്റു കാര്യങ്ങളും എന്ത് ചെയ്യും ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ലഭ്യമാകും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചോളം ഈ പറഞ്ഞ രീതിയിൽ സ്വന്തമായിട്ട് പഠിക്കുന്നതിൽ ഒരുപാട് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും ഈ പറയുന്ന ഒരു പ്ലാൻ, നമ്മുടെ ഈ പറയുന്ന 120 ദിവസത്തെ പ്ലാൻ എന്ത് ചെയ്യാൻ പറ്റും? ഫോളോ ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. അതായത് ഓരോ ദിവസവും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 3-4 ക്ലാസ് അടുപ്പിച്ച് കിട്ടുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന PYQs അതേപോലെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ പറയുന്ന മോക്ക് ടെസ്റ്റുകളും എല്ലാം നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. അത് വെച്ച് എന്ത് ചെയ്യാം? വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് പഠിച്ച് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന പ്രയാണം എന്ന് പറയുന്ന ഒരു കോഴ്സാണ്, കോഴ്സിന്റെ പേര് എന്ന് പറയുന്നത്. കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മൾ തൊട്ട് താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, 9995467246 എന്നുള്ളതാണ്. ആ നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യും ലഭ്യമാകുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ടോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൊട്ട് താഴെ നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ പഠനം നിങ്ങൾ ഈ വീഡിയോ കണ്ടു തുടങ്ങുന്ന ഈ സമയം മുതൽ എന്ത് ചെയ്യുക? തുടങ്ങുക എന്നുള്ളതാണ്. ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാനില്ല. നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്ന ഓരോ സമയം നിങ്ങൾക്ക് ഈ പറയുന്ന റാങ്ക് ലിസ്റ്റ് താഴോട്ട് പോകുന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ സമയം കളയാതെ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക? ഒരു ദൃഢനിശ്ചയം എടുക്കുക. ഇനി വരാൻ വേണ്ടി പോകുന്ന റാങ്ക് ലിസ്റ്റിൽ എന്റെയും പേര് ആ മുൻപന്തിയിൽ തന്നെ കാണും. അതിന് വേണ്ടി ഞാൻ ഇപ്പോഴേ പഠനം തുടങ്ങുകയാണ്, ഇപ്പൊ തന്നെ പഠനം തുടങ്ങുകയും ചെയ്യണം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ആ കോൺഫിഡൻസ് താഴെ കമന്റ് ആയിട്ട് അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ എന്നിട്ട് ഉറപ്പ് നൽകുക, നിങ്ങൾ ഈ കമന്റ് ബോക്സിന് താഴെ തന്നെ ഉറപ്പ് നൽകുക, ഇനി വരാൻ വേണ്ടി പോകുന്ന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൽ എന്റെയും പേര് കാണും. വെറും റാങ്ക് ലിസ്റ്റിലല്ല, ഇനി വരാൻ വേണ്ടി പോകുന്ന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എടുക്കുന്ന അഡ്വൈസുകളിലും എന്റെ പേര് കാണുമെന്നുള്ള ദൃഢനിശ്ചയം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ എന്ത് ചെയ്യുക? നിങ്ങളുടെ പേരുകൾ കമന്റ് അറിയിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വീണ്ടും കാണാം.